പ്രിയ സുഹൃത്തുക്കളെ, അപരമത വിദ്വേഷം എന്ന് പറയുന്നത് വർഗീയതയാണെങ്കിൽ സ്വന്തം മതത്തിലുള്ള ആളുകളോടുള്ള വിദ്വേഷത്തിന് എന്താണ് പറയുക? ഇതാണ് ഇവിടെ നമ്മളൊക്കെ ദിനേന കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രാസംഗ്യന്മാരിൽ നിന്ന് അനുഭവപ്പെടുന്നത്. മുജാഹിദ് ബാലുശ്ശേരിനെ പോലത്തെ എന്താണ് അദ്ദേഹം പറയുന്നതെന്നറിയോ? ഇവിടെ അദ്ദേഹം ഒരിക്കൽ പറയണം, ഇപ്പോൾ ചെറിയൊരു വീഡിയോയിൽ പറഞ്ഞെന്തോ, സ്ത്രീകൾ അവരെന്താണ് അറിയോ, കുറ്റിക്കാട്ടിൽ ചെന്നിരിക്കാൻ അതിനവർക്ക് വിലക്കില്ല, സിനിമക്ക് പോകാൻ, അങ്ങാടി പോകാൻ ഒന്നിനും വിലക്കില്ല, എന്നാൽ അള്ളാൻ്റെ പള്ളിയിലേക്ക് മാത്രം വിലക്കുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ മനുഷ്യനോട് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രയോഗം. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ? അള്ളാൻ്റെ റസൂലിൻ്റെ അടുക്കൽ നബി ഇമാമത്തായി നിൽക്കുന്ന ജുമാ ജമാഅത്തിലേക്ക് വരാൻ വേണ്ടി മുഹമ്മദ് സായിദി എന്ന് പറയുന്ന ഒരു സഹാബി വനിത സ്ത്രീകളുടെ പ്രതിനിധിയായിട്ട് വന്ന് അവിടുന്ന് ചോദിച്ച്, നബി, തങ്ങൾ നിൽക്കുന്ന ജമാഅത്ത്, തങ്ങൾ ഇമാമത്തായിട്ട് നിൽക്കുന്ന ജമാഅത്ത്, അത്ര വലിയ ജമാഅത്തൊന്നും എവിടെയും നടക്കണില്ലല്ലോ, അതിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങൾ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ എന്താണ് പറഞ്ഞത്? ഖൈർ മസാജിദിൻ നിസായ ഖൈർ ബുയൂത്തിഹിന്നാണ്. പെണ്ണുങ്ങളെ പള്ളിയിനെക്കാട്ടിൽ ഏറ്റവും നല്ല പള്ളി അവരെ വീട്ടിൻ്റെ അകത്തളങ്ങളിലാണെന്ന് പറഞ്ഞത്. പള്ളിയിൽ നിസ്കരിക്കേണ്ടവരല്ല. എന്നാൽ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്ന ആളുകൾ, സ്ത്രീകൾ അവിടെ ചെന്ന് നിസ്കരിക്കുന്നതിന് അതിനൊന്നും വിലക്കില്ല. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠം അവർക്ക് അവിടെ നിന്നാണ്, എൻ്റെ ജമാഅത്തിലല്ല എന്ന് പഠിപ്പിച്ച നബി ഈ നബിൻ്റെ വാക്കിനെ നിന്ദിച്ച് നിസ്സാരമാക്കിയിട്ട് നബിനെ പോലും ഇകഴ്ത്താണ്. നബിക്കൊന്നും തിരിയാത്ത ആളാണ്, ഞമ്മക്കാണ് തിരിയുക എന്നൊരു രൂപത്തിലല്ലേ ഇദ്ദേഹമൊക്കെ പ്രവർത്തിക്കുന്നത്. അതുമാത്രമല്ല, ഖുർആനായത്തുകൾ കളവ് അർത്ഥം വെക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് അർത്ഥം വെക്കണം എന്താണ്? നീ മാത്രമാണ് ഈ വിളിച്ച് പ്രാർത്ഥിക്കാൻ അർഹത എന്നുള്ളത്. നമ്മുടെ ചുഹൈൽ അബ്ദുള്ള മൗലവിയൊക്കെ അങ്ങനെയാണ് അർത്ഥം വെക്കൽ. ചില സാഹചര്യത്തിനനുസരിച്ചാണ് അത് വെക്കുക എന്ന് പറയുന്നിട്ട്. നിങ്ങൾ ആലോചിക്കുകയാണ്, ഇത്രക്കും അതപ്പതിച്ച ഒരു വിഭാഗത്തെ യാണോ ഇവർ 100 വർഷത്തിൻ്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ ഉദ്ഘോഷിപ്പിക്കുന്നത്? എന്നാൽ പരസ്പരം അവർ തന്നെ മുശ്രിക്കാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുശ്രിക്കാണ്. ബാലുശ്ശേരിൻ്റെ KNMൻ്റെ വിശ്വാസത്തിൽ ബാലുശ്ശേരി മുശ്രിക്കാണെന്ന് ഈ ബാലുശ്ശേരി തന്നെ പറയുന്നു. അമ്പലത്തിൽ പോയിട്ട് പ്രസംഗിക്കുന്ന എന്നെ KNMകാർ മുശ്രിക്കാക്കിയില്ലായിരുന്നു. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇത്തരം നെറികെട്ട പ്രസംഗങ്ങൾ, ഒരാൾക്കും ഉപകാരമില്ലാത്ത പ്രസംഗങ്ങളാണ് ബാലുശ്ശേരി ചെയ്യുന്നത് മുഴുവനും. ഇദ്ദേഹം പറയുന്നത് ഒരു ലോക്കൽ വ്യക്തി എന്നുള്ള ആൾക്കാർ, വലിയ പണ്ഡിതനാണെന്നുള്ള ആൾക്കാണ്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം എത്ര ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ ആയത്ത് ഓതുന്നതും അതിൻ്റെ അർത്ഥങ്ങൾ പറയുന്നതും ഒക്കെ എത്ര ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പം ഇത്തരം ആളുകളെ അവജ്ഞതയോടെ തള്ളുകയാണ് വേണ്ടത്. കൊള്ളേണ്ടവർ ഇവിടെ വേറുണ്ട്, തള്ളേണ്ടവരുണ്ട്. ഏതാണ് തള്ളേണ്ടവർ കൊള്ളേണ്ടവർ എന്നൊക്കെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുക.